നന്നായി അറിയുന്നവൻ, എൻ്റെ സ്വർഗീയ താതൻ. എന്നെ നന്നായി അറിയുന്നവൻ, എൻ്റെ സ്വർഗീയ താതൻ. മാറ്റമില്ല സ്നേഹിതൻ തന്നെ, സമാധാനത്തിൻ പ്രഭുവേ. മാറ്റമില്ല സ്നേഹിതൻ തന്നെ, സമാധാനത്തിൻ പ്രഭുവേ. ഉന്നതനായവനെ, പരിശുദ്ധനായവനെ, രാജാധി രാജാവായവനെ. ഉന്നതനായവനെ, പരിശുദ്ധനായവനെ, രാജാധി രാജാവായവനെ. വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ യേശുവേ. ഉയർത്തിടുന്നേ, ഉയർത്തിടുന്നേ, ഉയർത്തിടുന്നേ യേശുവേ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം ദൈവജനവുമായി നിങ്ങളെ മുൻപിലെത്തുവാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. നമ്മൾ പഴയ നിയമത്തിൽ കാണാറുള്ള കാര്യം, ഒരു വ്യക്തി അഭിഷേകം ചെയ്യുമ്പോൾ എണ്ണ എടുത്ത് അവരുടെ മേൽ പകരുകയും ആ വിധത്തിൽ ഒരു അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയെ നമുക്ക് കാണാനായി കഴിയും. എന്നാൽ പുതിയ നിയമപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട എല്ലാവരും അഭിഷക്തരാണ്. അത് എണ്ണ പൂഴ്ചി ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ടല്ല. എപ്പോൾ ഞാൻ കർത്താവിനോടൊപ്പം ചേരുന്നോ, എപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വരുന്നു, പരിശുദ്ധാത്മാ നിറവ് ഞാൻ പ്രാപിക്കുന്നു, ആ സമയം മുതൽ ആ അഭിഷേകം എൻ്റെ മേൽ വസിക്കുകയാണ്. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിലൊരു തെറ്റുമുണ്ടെന്നല്ല, അത് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന നിയോഗപ്രകാരം അത് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ പലരും നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്നത് അറിഞ്ഞിട്ടും അഭിഷക്തൻ എന്ന അനുഭവത്തിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാല്യൂയിലാണ് താൻ ആയിരിക്കുന്നതെന്ന് ബോധത്തിലല്ല പലരും ആയിരിക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായ ബോധ്യത്തിലാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Matthew chapter 3 verse 16 and 17. മത്തായി 3:16. After Jesus was baptized, he came immediately out of the water, and behold, the heavens were opened, and John saw the Spirit of God descending as a dove and lightning on him. യേശു സ്നാനം ഏറ്റ ഉടൻ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. We never see John the Baptist took some oil in the horn and pour upon his head. He never see like that. സ്നാപക യോഹന്നാൻ ഒരിക്കലും തൈലം എടുത്ത് അവന്റെ തലയിലേക്ക് ഒഴിച്ചിട്ട് അഭിഷേകം ചെയ്യുന്നത് നമ്മൾ കാണുവാനിടയായില്ല. After he received the baptism of the water baptism, after he received the water baptism, he received the Holy Spirit baptism together. അവൻ വെള്ളത്തിന് സ്നാനമേറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേക്കുന്നതാണ് നമ്മൾ കാണുവാനിടയാകുന്നത്. No one baptized him with oil. ആരും അവനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തില്ല. Then when he received the Holy Spirit, അവൻ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്? That day onwards people call him he is anointed. എപ്പോഴാണ് അവൻ അഭിഷേകം പ്രാപിക്കാനിടയായത്? ആ ദിവസം മുതൽ അവനെ അഭിഷക്തൻ എന്നെല്ലാവരും വിളിക്കുവാനിടയായി. എപ്പോഴാണോ യേശു പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചത്, ആ ദിവസം മുതൽ യേശുവിനെ ആളുകൾ എന്തു വിളിച്ചു? അഭിഷക്തൻ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? അഭിഷക്തൻ. അപ്പൊ നിങ്ങൾ അഭിഷക്തനായത് എപ്പോഴാ? നിങ്ങൾ എപ്പോഴാ അഭിഷക്തനായത്? എപ്പോഴാണോ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളുടെ മേൽ വന്നത്, ആ നിമിഷം മുതൽ നിങ്ങൾ അഭിഷക്തരാണ്. Look at
Acts chapter 2 verse 1 to 4. അപ്പോസ്തലപ്രവൃത്തി 2:1 മുതൽ 4 വരെ. We can see when the day of Pentecost came, പെന്തക്കോസ്ത് നാളിൽ it is written, they saw a flame of fire came with a very mighty wind. ഒരു കാറ്റെന്ന രൂപേണ അഗ്നിയുടെ നാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നത് കാണുവാനിടയായി. And started to rest upon them. അവരുടെ മേൽ വസിക്കുന്നത് കാണാം. They were filled with the Spirit of God. അവർ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിലേക്ക് നിറയുവാനിടയായി. Nobody pour oil upon the apostles. അവരുടെ മേൽ ആരും തൈലം ഒഴിക്കാനിടയായില്ല. No one did it. ആരും ചെയ്തില്ല. But from that day they call anointed apostles. അന്ന് മുതൽ അവരെ അഭിഷക്തരായ അപ്പോസ്തലന്മാർ എന്നാണ് വിളിക്കപ്പെട്ടത്. But our Christian mindset, പക്ഷേ നമ്മുടെ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ still I remember one day a pastor came to my church. ഒരു ദിവസം ഒരു പാസ്റ്റർ എന്റെ ചർച്ചിൽ വരുവാനിടയായി. And while he is ministering he has some oil. അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ എടുത്തു. Oh, he has some oil. എണ്ണ ചോദിച്ചു. So I gave him some oil. ഞാൻ അദ്ദേഹത്തിന് കുറച്ച് എണ്ണ So while കൊടുക്കുവാനിടയായി. I gave him the oil, he asked me, there is no anointing oil here. ഞാനത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, അഭിഷേകമുള്ള എണ്ണ ഇവിടെ ഇല്ലേ? So I said no. ഞാൻ പറഞ്ഞു ഇല്ല, we don't have a such practice here. ഞങ്ങളുടെ കാര്യങ്ങൾ Then he asked, there is any olive oil? അദ്ദേഹം ചോദിച്ചു, ഒലിവ് ഓയിൽ ഉണ്ടോ, വേറെ ഒലിവ് ഓയിൽ വല്ലതും ഉണ്ടോ? Then I said, we have only parachute oil. ഞാൻ അപ്പോഴും പറയാൻ ഞങ്ങളുടെ കയ്യിൽ പാരച്യൂട്ട് ഓയിൽ മാത്രമേ So I ഉള്ളൂ. given to him. ഞാൻ അപ്പോൾ അത് Then കൊടുക്കുവാനിടയായി. he declared, അദ്ദേഹം പറഞ്ഞു, I'm going to anoint you ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്യാനായി പോകുന്നു with oil. ഈ എണ്ണ കൊണ്ട്. I am shocked ഞാൻ ഞെട്ടിപ്പോയി. because കാരണം I can pray for a person, എനിക്കൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Holy Spirit can anoint that person. That is true. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ അഭിഷേകം ചെയ്യും. അത് സത്യമാണ്. That's why Acts chapter 8, Acts chapter 10, Acts chapter 19, we can see that. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 8, 10, 11 നമുക്കത് In കാണാൻ സാധിക്കും. Samaria, Peter and Paul, John and Peter did it that. ശമരിയയിലെ പത്രോസും യോഹന്നാനും അത് ചെയ്യുവാനിടയായി. Acts chapter 10 verse 45, we can see while Peter is preaching, the anointing come upon all people. നമുക്ക് കാണാനായി സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കാണുവാനായി സാധിക്കും, പത്രോസ് ശുശ്രൂഷിക്കുന്ന സമയത്ത് അവരുടെ മേൽ അഭിഷേകം വരുവാനിടയായി. Never use oil to anoint the people. അവരെ ഒരിക്കലും എണ്ണ ഉപയോഗിച്ചില്ല ആൾക്കാരെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട്. There is no such practice in the New Testament of time of apostles. അപ്പോസ്തലന്മാർ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനൊരു പ്രാക്ടീസ് ഇല്ലായിരുന്നു. We can pray with oil for a healing. നമുക്ക് എണ്ണ കൊണ്ട് ഒരു രോഗിയെ സൗഖ്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. James chapter 5 it is written. Mark chapter 9 is written. മർക്കോസ് 9-ലും യാക്കോബിന്റെ ലേഖനം 5-ലും അങ്ങനെ എഴുതിയിട്ടുണ്ട്. We can pray. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. But it is not necessary. പക്ഷേ അതൊരു ആവശ്യമുള്ള കാര്യമല്ല. But we can't anoint a person with oil. പക്ഷേ ഒരിക്കലും എണ്ണ കൊണ്ട് ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യാനായി സാധിക്കത്തില്ല. If you want to pray with oil is okay. നിങ്ങൾക്ക് എണ്ണ കൊണ്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. You don't believe when he anoint the oil then only I am going to receive the anointing. Wrong understanding. പക്ഷേ നിങ്ങൾ ചിന്തിക്കരുത് എണ്ണ കൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നിന്റെ മേൽ അഭിഷേകം വരൂ എന്നുള്ള കാര്യം നീ ചിന്തിക്കരുത്. അത് തെറ്റാണ്. If you want to pour oil upon you, please come. നിന്റെ മേൽ എണ്ണ തളിക്കണമെന്ന് എണ്ണ പൂശണമെന്നുണ്ടെങ്കിൽ നീ വന്നോട്ടെ. Weekly 1 or 2 times you have to pour the oil in your head and take bath. It's a better idea. ആഴ്ചയിൽ 2-3 ദിവസം നിങ്ങൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ല കാര്യമാണ്. Every day I pour oil to before bathing. ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പ് എണ്ണ തേക്കാറുണ്ട്. So that's why we can think it. അങ്ങനെ മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ ഇതിനെ കേവലപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കരുത്. റോങ് പ്രാക്ടീസിനെതിരെ സ്ട്രോങ് ആയി നിൽക്കുന്നു എന്ന് ചിന്തിക്കണം. അപ്പൊ എണ്ണ തേച്ച് പ്രാർത്ഥിക്കാവോ? യെസ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് എണ്ണ തേച്ച് പ്രാർത്ഥിക്കാവോ? യെസ്. പക്ഷെ അനോയിന്റ് ചെയ്യണമെങ്കിൽ എണ്ണ ഒഴിക്കണം എന്നില്ല. അനോയിന്റിങ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്ന നിറവിനെയാണ് അനോയിന്റിങ് എന്ന് പറയുന്നത്. ആരെങ്കിലും അതിന് വിരുദ്ധമായി സംസാരിച്ചാൽ പുസ്തകത്തിലുണ്ടോ എന്ന് വെല്ലുവിളിച്ചോണം. അയ്യോ, പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലില്ല. പഴയ നിയമത്തിൽ കുറച്ചേ കിട്ടിയുള്ളൂ അനോയിന്റിങ് ഓയിലിലൂടെ. പക്ഷേ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിലൂടെ എല്ലാം ലഭിച്ചിരിക്കുകയാണ്.
In the Old Testament, through the oil of anointing, they receive some of the gift of the Holy Spirit. പഴയ നിയമത്തിൽ തൈലത്തിൽ അഭിഷേകം ചെയ്ത സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ ഭാഗമാണ് അവർക്ക് കിട്ടുവാനിടയായത്. When we receive the Holy Spirit, പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിനെ when we സ്വീകരിച്ചപ്പോൾ, receive the fullness of the Holy Spirit, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത we പ്രാപിക്കാനിടയായപ്പോൾ, receive all gifting of the Holy Spirit. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത പ്രാപിക്കാനിടയപ്പോ പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപാവരങ്ങളോടും കൂടിയാണ് അവൻ എന്റെ മേൽ പൂർണ്ണത വരുവാനിടയായത്. Hallelujah. Hallelujah. The Holy Spirit anointing set you apart to go higher and higher. പരിശുദ്ധാത്മാ അഭിഷേകം നിന്റെ മേൽ വന്നത് നിന്നെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. So if you believe the anointing of Holy Spirit is upon me, you will see unending victories in you. നീ വിശ്വസിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ മേൽ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് പരിധിയില്ലാത്ത ജയത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. So first portion I going to close. ഞാൻ ആദ്യത്തെ ഭാഗം നിർത്താനായി പോകുന്നു. Already my time is over. ഇപ്പോഴേ എന്റെ സമയം കഴിഞ്ഞു പോയി. So I'm going to share one more scripture and going to explain what I'm going to share. What God given to my spirit. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഒരു ഭാഗത്തിൽ നിന്ന് പറയാനായി ആഗ്രഹിക്കുന്നു. Listen, first part, when you are facing crisis, you have to know you are anointed. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പ്രശ്നത്തെ നേരിടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം നീ അഭിഷേകം പ്രാപിച്ചതാണെന്ന്. If you believe, if you know your anointing, no one can touch you. നിനക്ക് പൂർണ്ണം ഈ അഭിഷേകം പ്രാപിച്ചാണെന്ന് no weapon that shall formed against you will succeed. Amen. നിനക്കെതിരെ വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. Is it clear? അത് മനസ്സിലായോ? So you are anointed. നീ അഭിഷേകം പ്രാപിച്ചു, you can face any issues. ഏത് പ്രശ്നത്തെ നിനക്ക് നേരിടാനായി സാധിക്കും. Not only that, അത് മാത്രമല്ല, you are anointed, നീ അഭിഷേകം പ്രാപിച്ചത് for one more purpose. ഒരു കാര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് നീ അഭിഷേകം പ്രാപിച്ചത്. Turn to the Mark chapter 11 verse 22. മർക്കോസ് 11:22 വരാം. Jesus explaining about how he cursed the fig tree. അത്തിമരത്തെ എങ്ങനെയാണ് ശപിച്ചതെന്ന് യേശു അവിടെ കാണിക്കുകയാണ്. While the disciples asking how you destroy this fig tree through your words. ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിന്റെ വാക്കിലൂടെ എങ്ങനെയാണ് ആ അത്തിമരത്തെ നീ ശപിക്കാനിടയായത്? Say to your neighbor, listen. അടുത്ത വ്യക്തിയോട് പറഞ്ഞാട്ടെ, ശ്രദ്ധിച്ചാട്ടെ. So Jesus explaining how it is work. How it works. യേശു വിശദീകരിച്ചു കൊടുക്കുകയാണ് എങ്ങനെ അത് പ്രാവർത്തികമായതെന്ന്. So it is for you also. അത് നിങ്ങൾക്കും കൂടെ വേണ്ടി, because we are the disciples. കാരണം നമ്മളിപ്പോ ശിഷ്യന്മാരാണ്. Hallelujah. Jesus said, യേശു പറഞ്ഞു, Jesus replied, have faith in God. യേശു ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. I assure you and most solemnly say to you, whoever say to this mountain, be lift up and throw into sea, and does not doubt in his heart, believe that what he says is going to take place, it will be done for him. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് പറഞ്ഞു. Listen, it's a beautiful understanding. അതൊരു മനോഹരമായ മനസ്സിലാക്കലാണ്. Jesus explained this not to the worldly people. ഇത് യേശു പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തത് ലോകത്തിലുള്ള ആൾക്കാരോടല്ല. He shared to his disciple only. അവൻ ഇത് ശിഷ്യന്മാരോട് മാത്രമാണ് ഇത് സംസാരിക്കാൻ ഇടയായത്. That means the anointed person only. എന്ന് വെച്ചാൽ അഭിഷേകം പ്രാപിച്ച വ്യക്തികളോട് മാത്രമാണ് അവൻ സംസാരിച്ചത്. Those who are received anointing, that person God separate that person and share these things. അഭിഷേകം പ്രാപിച്ച് ഈ ലോകത്ത് നിന്ന് വേർതിരിക്കപ്പെട്ട വ്യക്തികളോട് മാത്രമാണ് ദൈവം ഇത് സംസാരിക്കാൻ ഇടയായത്. What he is saying, എന്താണ് പറഞ്ഞത്? you can remove this mountain. നിങ്ങൾക്ക് ഈ മലയെ നീക്കിക്കളയാനായി സാധിക്കും. through your words. നിങ്ങളുടെ വാക്കിലൂടെ. It's a beautiful thing. അതൊരു മനോഹരമായ വാക്കാണ്. So before he said you have to believe in God. അതിനു മുമ്പ് അവൻ പറഞ്ഞത് നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കും. Next word, if you believe, you have to show your faith through your words. നിങ്ങൾ വിശ്വസിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ നാവിലൂടെ അല്ല വായിലൂടെ അത് കാണിക്കേണ്ടത് ആവശ്യമാണ്. So if you are saying I believe,
നിങ്ങൾ പറയുകയാണ് ഞാൻ If വിശ്വസിക്കുന്നുണ്ടെന്ന്, you are saying I believe in God, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ you പറയുന്നെങ്കിൽ have to say the words of faith through your words, through your mouth. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. Say to your neighbor, if you believe, അടുത്ത വ്യക്തിയോട് പറഞ്ഞാട്ടെ നിങ്ങൾ you have വിശ്വസിക്കുന്നെങ്കിൽ to show your faith നിങ്ങളുടെ വിശ്വാസം കാണിക്കേണ്ടത് in action, നിങ്ങളുടെ വിശ്വാസം ആക്ഷനിലൂടെ കാണിക്കണം. or your words, നിങ്ങളുടെ or through your words. നിങ്ങളുടെ വാക്കിലൂടെ അത് കാണിക്കേണ്ട ആവശ്യമാണ്. എല്ലാവരും പറഞ്ഞേ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എന്റെ പ്രവൃത്തിയിലൂടെയോ, അവിടെ ആൾക്കാർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? വാക്കുകളിലൂടെയോ ഞാൻ അത് പ്രകടമാക്കേണ്ടതാണ്. എന്ത് ചെയ്യണം? ഉറക്കെ പറ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം പറയുവോ? ആരോട്? അപ്പൊ എന്നോട് വേറെ വല്ല രീതിയിലായിരിക്കും ദൈവം പറയുന്നേ. നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം പറയുക നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വിശ്വാസം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും കാണിക്കണം. അപ്പൊ വിശ്വാസം നമ്മൾ എന്ത് ചെയ്യണം? വാക്കിലൂടെ പ്രകടമാക്കണം. പറ. I have to express faith through my words. എന്റെ വിശ്വാസം എന്റെ വാക്കിലൂടെ ഞാൻ പ്രകടമാക്കണം. So what's our problem? We never express our faith through our faith. We meditate our faith. നമ്മൾ ഒരിക്കലും നമ്മുടെ വിശ്വാസം നമ്മുടെ വാക്കിലൂടെ പ്രകടമാക്കാറില്ല. അതിന് പകരം നമ്മൾ വിശ്വാസം ധ്യാനിക്കാനിടയാകും. എനിക്ക് വിശ്വാസമുണ്ട്. I have faith. പറ. I have faith. I have faith. I have faith. എനിക്ക് വിശ്വാസമുണ്ട്. Show your faith through the words. That I don't want to. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വായിലൂടെ പ്രകടമാക്കുക. Bible says if you believe in Christ, you have to show your faith through your words. ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വായിലൂടെ പ്രകടമാക്കേണ്ട ആവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അഭിഷേകം എൻ്റെ മേൽ വസിക്കുന്നു എന്ന ആ അഭിഷേകം എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എൻ്റെ മുൻപിലായിരിക്കുന്ന സകലത്തെയും എനിക്ക് പോസിബിൾ ആക്കാനായി കഴിയും. അതായത് ഇമ്പോസിബിളായി ഒന്നും തന്നെ എൻ്റെ മുൻപിലില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്, ദൈവത്തിൻ്റെ അഭിഷേകമാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. ആ ബോധ്യത്തിൽ ഞാൻ ആകണമെന്നാണ് സ്വർഗത്തിൻ്റെ ഇഷ്ടം. നിങ്ങളുടെ ലൈഫ് മുഴുവനും മുൻപിലായിരിക്കുന്ന സാഹചര്യങ്ങളെ കാണേണ്ടത് ഇമ്പോസിബിൾ എന്ന വിധത്തിലല്ല, പോസിബിൾ എന്ന വിധത്തിലാകട്ടെ. കാരണം നീ ഒരു അഭിഷക്തനാണ്. കർത്താവ് സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, സിസ്റ്ററിൻ്റെ പേര് അന്നാമ്മ ജെയിംസ് എന്നാണ്. മലയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 1.5 മാസം മുമ്പ് കുളിമുറിയിലൊന്ന് വീണായിരുന്നു. പക്ഷെ അപ്പോൾ ഡിസ്ക് വെളിയിലേക്കായി പുറത്തോട്ട് തള്ളി. അങ്ങനെ ബെൽറ്റ് ഇട്ടു മെഡിക്കൽ കോളേജിൽ പോയിട്ട്. എന്നിട്ട് ഒരു വേദനയും ഒരിക്കലും കുറയാത്തത് കൊണ്ട് ബ്രദർ എറണാകുളത്ത് പ്രെയർ നടക്കുമ്പോൾ അമ്മയുടെ മകൾ അവിടെയാണ്. അപ്പൊ അവിടെ എനിക്ക് അമ്മയെ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ തിരുവനന്തപുരത്തല്ല. ഞാൻ വിചാരിച്ചു എന്റെ മെമ്മറിക്ക് പ്രശ്നം വന്നു. എറണാകുളത്ത് വന്നു. മോൾ അവിടെയാണ്. എറണാകുളത്ത് വന്ന് പ്രാർത്ഥിച്ചു. ഫ്രണ്ട് ഇരുന്നപ്പോ നട്ടല് ബെൽറ്റ് ഇട്ടിട്ട് 1 മാസമായി എന്നോട് പറഞ്ഞ അമ്മ. ഓക്കെ, ഏറ്റവും മുന്നിലിരുന്ന അമ്മ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓക്കെ. അതിനുശേഷം ഡോക്ടറെ കണ്ടില്ല. അതിനുശേഷം പെയിൻ കില്ലർ കഴിച്ചില്ല. നല്ല സുഖമായി. അതിന് സാക്ഷിയായിട്ടാണ് അമ്മ അന്ന് ബെൽറ്റ് ഊരിയതാ. ബെൽറ്റ് ഊരി അപ്പോഴേ തന്നെ ഊരി. പിന്നെ വന്നില്ല. അത് മോള് റോട്ടിൽ പോയപ്പോ റോട്ടി കളഞ്ഞു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വന്നേ. ഇനി ഇതിനകത്ത് ഈ വണ്ടിക്കകത്ത് ഇനി എന്തെങ്കിലും അസുഖം ഇല്ലാത്തതുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. യേശു അമ്മ ഇന്ന് സൗഖ്യമാക്കേ. അമ്മയുടെ ആരോഗ്യം തിരിച്ചു വരുവേ. അമ്മയ്ക്ക് ഒരു കൂട്ടം രോഗങ്ങളുണ്ട്. എന്നെ ഞാൻ ആദ്യം ഒരു ചേച്ചിയെ വിളിച്ചിട്ട് നട്ടെല്ലിന്റെ കണ്ണികൾ അകന്നുപോയി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ മുതൽ അമ്മ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ നടുവിനെ തൊടുന്നതിനെ ഈ ബ്രദറിനെ വിളിക്കണേ, ഈ ബ്രദറിനിലൂടെ എന്നെ ഉപയോഗിക്കണേ, എന്നെ സൗഖ്യമാക്കണേ. പക്ഷേ എനിക്കറിയായിരുന്നു അമ്മയെ കർത്താവ് സൗഖ്യമാക്കും. പക്ഷെ കുറച്ച് സമയം കൂടെ മുന്നോട്ട് പോയേ ഒക്കത്തുള്ളൂ. കാരണം നാളുകളായി ഈ സാധനങ്ങൾ ദേഹത്ത് കയറിയിട്ട് കുറെ അത്ഭുതങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവൂ ജീവിക്കുന്നൊരു കർത്താവുണ്ട്. അവിടുത്തെ കൈകൾക്ക് ചിലത് ചെയ്യാനായി പറ്റും.
നെർവുകളെല്ലാം തകരാറിലായി. അമ്മയ്ക്ക് ചെവിയോട് പ്രശ്നമുണ്ട്, ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ട്, നട്ടലി പ്രശ്നമുണ്ട്, നീർക്കെട്ടുണ്ട്, യൂട്രസിനോട് അല്ലെങ്കിൽ വയറ്റിനോട് ബന്ധിക്കപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട്, തേയ്മാനമുണ്ട്, ഹിപ്പിന് ഇഷ്യൂ ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ ഇത് മുഴുവൻ തലതിരിച്ചു വയ്ക്കാൻ എന്റെ യേശുവിന് കഴിയും. വീണതിനെ തുടർന്ന് ഇവിടെ ഒരു തള്ളല് വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മ അവർക്കല്ലേ പറ്റാത്തുള്ളൂ. നമ്മുടെ കർത്താവിന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. ഈ പകല തള്ളൽ മാറുക. യേശുവേ അമ്മ ബെൽറ്റ് ഊരിക്ക്. ഇനി അമ്മ ബെൽറ്റ് ഇടുന്നില്ല അമ്മേ. ഈ ശരീരത്തിൽ വന്നുപോയ തള്ളല്, എല്ലിനുണ്ടായ തേയ്മാനത്തിന്റെ ആരംഭം യേശുവിന്റെ നാമത്തിൽ ഈ പകൽ സൗഖ്യമാകട്ടെ. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്തതല്ലോ ഒന്ന് ചെയ്തേ. അത്ഭുതവാനേ അത്ഭുതവാനേ അത്ഭുതങ്ങൾ ചെയ്യുന്ന നല്ല കർത്താവേ. ഇനി ഈ പുറകോട്ടൊക്കെ ഒന്ന് ഞെളിഞ്ഞ് ഞാൻ പിടിച്ചോളാം. എന്റെ യേശുവേ ഡോക്ടർ പറഞ്ഞത് ഇനിയൊന്നും എടുക്കരുത്, വെയിറ്റ് എടുക്കരുത്, ബെഡ് റെസ്റ്റ് വേണം. ചക്കരപ്പോ ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അമ്മയ്ക്കുണ്ടായ അനുഭവം ഒന്ന് പറയാമോ അമ്മേ? അത് ഞാൻ ബാത്റൂമിൽ വീണു. പക്ഷെ 15-20 മിനിറ്റോളം അതിനകത്ത് തന്നെ കിടന്നുപോയി. എനിക്ക് എണ്ണിക്കാൻ നിവർത്തിയില്ല. ഇവിടെ വെച്ചാണോ? ഇവിടെ വെച്ച് കരിപ്പൂര്. അപ്പൊ കാല് അങ്ങ് എന്റെ ഒരു കാലും ഒരു കൈയും സ്ട്രോക്ക് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എണ്ണിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട്. അതായത് അമ്മയ്ക്ക് ഒരു കാലും കൈയും സ്ട്രോക്ക് വന്നയാളാ. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇപ്പൊ ഇങ്ങനെ എണ്ണിച്ചൊക്കെ നടക്കുന്നു. ഞാൻ ചോദിച്ചത് ആ വീഴ്ചയിൽ നമ്മുടെ ഡിസ്ക് പുറത്തേക്ക് തള്ളിപ്പോയി. എനിക്ക് തോന്നുന്നു ഞാൻ അമ്മയുടെ നടു തൊട്ടപ്പോ ഒരു എല്ല് പുറത്തോട്ടിരിക്കുവായിരുന്നു. ഒരു തള്ളുണ്ടായിരുന്നു. ആ തള്ളെല്ലാം പോയി. അതെല്ലാം പോയി. ഇപ്പം എനിക്ക് കുനിയാൻ ഭയങ്കരമായി പോയി. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞു. ഈ അമ്മ എന്നോടൊന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ ഈ ഭാഗത്ത് തൊട്ട് നോക്കി. അപ്പൊ ഒരു സാധനം പുറത്തോട്ട് തള്ളിയിരിക്കുവോ? അങ്ങനെയല്ലായിരുന്നു. അത് തിരിച്ചു കയറിപ്പോയി. കുഴപ്പമില്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒന്നും കൂടെ ചുണയായി കൈയടിക്കാം, ആമേൻ പറയാം. അന്ന് പോകുന്ന വഴിക്ക് ബെൽറ്റ് എടുത്ത് കളഞ്ഞു. പെയിൻ കില്ലർ പിന്നെ കഴിച്ചില്ല. ഞാൻ നേരത്തെ നിർത്തി. അപ്പോഴാണ് വേദന കൂടി വന്നത്. അപ്പോഴാണ് ബെൽറ്റ് ഇട്ടത്. അപ്പോഴും പിന്നെയാണ് ആ ബെൽറ്റ് വീണ്ടും എടുത്ത് കെട്ടി നോക്കി. അപ്പോഴും അവിടെ ഒരു കുറവും ഇല്ലാത്തതുകൊണ്ടാണ് മീറ്റിങ്ങിന്. എനിക്ക് തോന്നുന്നു അമ്മയെ അന്ന് ബെൽറ്റ് ഇട്ടിട്ട് തന്നെ എഴുന്നേക്കാൻ അമ്മയ്ക്ക് പാടായിരുന്നു. എഴുന്നേറ്റ് വരാൻ പാടായിരുന്നു. ഞാനന്ന് എഴുന്നേൽപ്പിച്ചു, പ്രാർത്ഥിച്ചു, അതോടെ തീർന്നു. എന്നാ സന്തോഷമോ അല്ലേ കർത്താവിന്റെ കാര്യം. ഒന്ന് കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ച് ഈ അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞു. കർത്താവ് ചെയ്ത ഓരോ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. ഓരോ സാക്ഷ്യവും നമ്മളോട് പറയുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതത്തെയാണ്. അത് കേൾക്കാനും വിശ്വസിക്കാനും കഴിയുന്നതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ലോകത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്തവരാണ് പലരും. എന്നാൽ അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ ശബ്ദത്തെ ഉറക്കെ വിളിച്ചു പറയുവാൻ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നോർത്ത് നന്ദി പറയുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവിടുത്തെ കൃപകൾ കൊണ്ട് നിറച്ചിരിക്കാൻ നന്ദി പറയുന്നു. അവിടുത്തെ ശ്രേഷ്ഠതയ്ക്കനുസരിച്ച് അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കാൻ നന്ദി പറയുന്നു. അപ്പോൾ ഇവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം കാണേണ്ടതിന്, കാണിക്കേണ്ടതിന് കർത്താവെ തിരഞ്ഞെടുത്ത മാനപാത്രമാണ് ഇവരുടെ വീടുകൾ. കർത്താവെ ഇവർക്കുള്ള സമ്പത്ത്, അനുഭവങ്ങൾ, ജോലി എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തട്ടെ. അപ്പോൾ കർത്താവെ ഇവർ സമൃദ്ധിയിൽ ജീവിക്കണം, നന്മയിൽ ജീവിക്കണം, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ ജീവിക്കണം. കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ.
എനിക്ക് ഒരു വ്യക്തിയെ കാണാം, ആ വ്യക്തിയുടെ കയ്യിൽ റോസിൻ്റെ മുള്ളു കൊണ്ടതുപോലെ എന്തോ ചെടിയിൽ നിന്ന് തൻ്റെ കൈകളിൽ കൊണ്ടാണ്. പക്ഷേ അത് ആ കൈ പഴുക്കുന്ന ഒരു അനുഭവത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്ന ആ വ്യക്തി. കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. ഒരു ചെറിയ മുള്ളു കൊണ്ടതുപോലെ ഒരു അനുഭവമല്ല തൻ്റെ കയ്യിലുള്ളത്, അതിനേക്കാൾ കുറച്ചും കൂടെ സിവിയറായ വിധത്തിലാണ് താനായിരിക്കുന്നത്. കർത്താവെ, അതിപ്പോൾ സൗഖ്യമാകട്ടെ. ആ കൈകളിൽ ദൈവത്തിൻ്റെ അത്ഭുതം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ യൂറിൻ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രയാസത്തിലായിരിക്കുന്ന ചിലരെ കൂടെ കർത്താവ് തൊടുന്നത് കാണാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവിടുത്തെ സൗഖ്യത്തിനായി നന്ദി പറയുന്നപ്പാ. യേശുവെ, അവിടുത്തെ സൗഖ്യത്തിനായി നന്ദി പറയുന്നു അപ്പോൾ അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. അങ്ങയുടെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. അത്ഭുതങ്ങൾ കൊണ്ട് നിറച്ചിരിക്കാൻ നന്ദി പറയുന്നു. ചിലരുടെ വീടുകളിൽ നിന്ന് ഞെരുക്കം മാറിപ്പോകട്ടെ. എന്നെ കർത്താവ് ഒരു വീട് കാണിക്കുക, തറ ചുമന്ന റെഡ് ഓക്സൈഡ് പോലെ എന്തോ ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അവർ പ്രാർത്ഥിക്കുന്നത് പോലെ അവരുടെ തറയിൽ ടൈല് വരുന്നത് കാണാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവിടുന്ന് കൊടുക്കുന്ന ദൈവിക അനുഭവങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിൽ അവിടുന്ന് ചലിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ നന്മയിലും കൃപയിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു.